നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഓരോ നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിടും ആ ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. യോഹന്നൻ്റെ സുവിശേഷം 14 അധ്യായം 18 വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർ ധാരാളമാണ്. ആരും സഹായമില്ലാത്ത ഒരനുഭവം, ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു. എല്ലാവരും ഉണ്ടെങ്കിലും പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മെ കരുതുവാനോ നമ്മോട് ഇടപെടുവാനോ സംസാരിക്കാനോ ഇല്ലാതെ ആ ഏകാന്തമായിരിക്കുന്ന അനുഭവം വരുമ്പോൾ തകർന്നു പോകുന്ന അനേകരുണ്ട്, തളർന്നു പോകുന്ന പലരുമുണ്ട്. യേശു കർത്താവിനോട് കൂടെയായിരുന്ന തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. എന്നോട് കൂടെ ആയിരിക്കുന്ന നിങ്ങളോട് കൂടെ ഞാനുമുണ്ട്. പ്രിയരെ, കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ബലം. കർത്താവിൽ സന്തോഷം, അവൻ എൻ്റെ ബലം എന്നാണ് ഭക്തൻ പറയുന്നത്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. അതുകൊണ്ട് നാം ക്ഷീണിച്ച് തളർന്നിരിക്കുവാനല്ല, നാം ആയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ അന്ത്യത്തോളം നിൽപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, നമ്മുടെ കർത്താവ് നമുക്ക് തന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ. എന്താ യേശു പറഞ്ഞത്? ഞാൻ ലോകത്തിൻ്റെ അവസാനം വരെ നിങ്ങളോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയിരിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കർത്താവ് നമ്മെ ഒരിക്കലും ഏകരായി വിടുകയില്ല, ഒറ്റയ്ക്ക് വിട്ടിട്ട് പോവുകയില്ല. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ ജീവിതയാത്രയിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാതെ മുൻപോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. പ്രിയരെ, ആകയാൽ ദൈവവാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കാം. പ്രിയ പിതാവേ, നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഒരു നാളും അനാഥരായി വിടാതെ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ മേൽ ദൃഷ്ടി വെച്ച് ഞങ്ങൾക്ക് ആലോചന പറഞ്ഞു തരുന്ന ആ സാന്നിധ്യത്തിൽ മുൻപോട്ട് ജീവിപ്പാൻ കൃപ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ അനാമേൻ.